തിരുവനന്തപുരത്തേക്ക് സൈനികരെയും ആയുധങ്ങളും കൊണ്ടുപോകുകയായിരുന്ന പ്രത്യേക ട്രെയിൻ കടന്നുപോകുന്ന പാതയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി കരസേന. മധ്യപ്രദേശിലെ രത്ലം ജില്ലയിലെ റെയിൽവേ ട്രാക്കിലാണ് സ്ഫോടക വസ്തുക്കൾ വെച്ചിരിക്കുന്നത്. സംഭവത്തിനു പിന്നിൽ അട്ടിമറി ശ്രമമാണോ എന്ന് കരസേന അന്വേഷണം ആരംഭിച്ചു. സെപ്റ്റംബർ 18-നാണ് സൈനികർ യാത്ര ചെയ്തിരുന്ന പ്രത്യേക ട്രെയിൻ കടന്നുപോകവെ ട്രാക്കിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. ട്രെയിൻ കടന്നുപോയപ്പോൾ പടകങ്ങൾക്ക് സമാനമായ സ്ഫോടക വസ്തുക്കൾ പൊട്ടി. ആദ്യ സ്ഫോടനം കേട്ടപ്പോൾ തന്നെ ലോക്കോ പൈലറ്റ് ബ്രേക്ക് ഇട്ട് ട്രെയിൻ നിർത്തുകയായിരുന്നു. തുടർന്ന് ട്രെയിൻ നഗ്ഫാത്ത സ്റ്റേഷനിൽ അരമണിക്കൂറോളം നിർത്തിയിടുകയും ട്രാക്ക് പരിസര പ്രദേശങ്ങളും വിശദമായി പരിശോധിക്കുകയും ചെയ്തു. സബ്കാത, ഡോൺഗർഗാവ് സ്റ്റേഷനുകൾക്കിടയിൽ റെയിൽവേ ട്രാക്കിൽ 10 മീറ്ററിനിടെ 10 സ്ഫോടക വസ്തുക്കൾ പരിശോധനയിൽ കണ്ടെത്തിയെന്ന് സെൻട്രൽ റെയിൽവേയുടെ ചീഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ സ്വനിൽ നിള അറിയിച്ചു. സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കാണുന്നത്. NIA, കരസേന, ഭീകരവിരുദ്ധ സ്ക്വാഡ് തുടങ്ങിയവ സംഭവസ്ഥലം വിശദമായി പരിശോധിച്ചു. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് സൂചന. മദ്യലഹരിയിലാണ് കസ്റ്റഡിയിലുള്ള വ്യക്തി സ്ഫോടക വസ്തുക്കൾ വെച്ചതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ ലഭിക്കുന്ന സൂചന. എന്നാൽ ഇക്കാര്യം പോലീസോ മറ്റ് ഏജൻസികളോ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിനിടെ സിഗ്നൽ മാൻ, ട്രാക്ക് മാൻ എന്നിവർ ഉൾപ്പെടെയുള്ള റെയിൽവേ ജീവനക്കാരെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വിട്ടുതരണമെന്ന് കരസേന ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 5 ആഴ്ചക്കിടെ 7 തീവണ്ടി അട്ടിമറി ശ്രമങ്ങളാണ് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ 6 എണ്ണം ഉത്തർപ്രദേശിൽ നിന്നാണ്.